കുഞ്ഞ് നിർത്താതെ ഏങ്ങുന്നത് കാണുമ്പോൾ പേടിയാകുന്നുണ്ടോ? ഇതിന് പിന്നിലെ കാരണങ്ങളും ഇത് പെട്ടെന്ന് മാറ്റാനുള്ള വഴിയും അറിയണ്ടേ? ഈ വീഡിയോ മുഴുവനായി കാണൂ. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുമെന്ന് ഉറപ്പു തരുന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിലെ ഹിക്കപ്സ് ആണ്. അതായത് കുഞ്ഞുങ്ങളിലെ ഇക്കിൾ ആണ്, അഥവാ ഏങ്ങലാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നവജാത ശിശുക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് കുഞ്ഞുങ്ങൾ നിർത്താതെ ഇക്കിൾ വിടുന്നത്, അതായത് ഏങ്ങുന്നത്. ചിലപ്പോൾ ഉറക്കത്തിൽ പോലും കുഞ്ഞുങ്ങൾ ഇക്കിൾ എടുക്കുന്നത് കാണാം. ഇത് കുഞ്ഞിന് വേദനയുണ്ടാക്കുമോ, ശ്വാസം മുട്ടിക്കുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഹിക്കപ്സ്? യഥാർത്ഥത്തിൽ എന്താണ് ഹിക്കപ്പ്? നമ്മുടെ ശ്വാസകോശത്തിന് താഴെയായി ഡയഫ്രം എന്ന് പറയുന്ന ഒരു പേശിയുണ്ട്. ഈ പേശി പെട്ടെന്ന് സങ്കോചിക്കുമ്പോഴാണ് ഏങ്ങൽ ഉണ്ടാകുന്നത്. ഇൻവോളണ്ടറി കോൺട്രാക്ഷൻ എന്ന് പറയും. മുതിർന്നവരിൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും നവജാത ശിശുക്കളിൽ ഇത് തികച്ചും സാധാരണമാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഇക്കിൾ തുടങ്ങാറുണ്ട്. ഇക്കിൾ വരാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. അമിതമായി പാല് കുടിക്കുന്നത്. കുഞ്ഞിൻ്റെ വയറ് പെട്ടെന്ന് നിറയുമ്പോൾ അത് ഡയഫ്രത്തിൽ അമരുകയും ഇക്കിൾ ഉണ്ടാവുകയും ചെയ്യും. വായു അകത്ത് കടക്കുന്നത്. മുലപ്പാലോ കുപ്പിപ്പാലോ കുടിക്കുമ്പോൾ പാൽ കിട്ടുന്നതിനോടൊപ്പം കുഞ്ഞ് വായുവും കൂടി വിഴുങ്ങുന്നുണ്ടെങ്കിൽ ഇക്കിൾ വരാൻ സാധ്യത കൂടുതലാണ്. ശരീരത്തിലെ താപനിലയിലെ മാറ്റം. പെട്ടെന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിലോ പരിസരത്തിലോ ഉണ്ടാകുന്ന താപനില വ്യതിയാനവും ഇതിന് കാരണമാകാറുണ്ട്. പരിഹാര മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കുഞ്ഞിന് ഇക്കിൾ വരുമ്പോൾ മാതാപിതാക്കൾ ചെയ്യാവുന്ന കാര്യങ്ങൾ കേട്ടുനോക്കൂ. ഏമ്പക്കം വിടുവിക്കുക, അതായത് ബർപ്പിംഗ് ചെയ്യിപ്പിക്കുക. പാൽ കൊടുത്ത ഉടനെ തന്നെ കുഞ്ഞിനെ തോളത്ത് കിടത്തി തട്ടി ഏമ്പക്കം വിടുവിക്കണം. ഇത് വയറ്റിലെ അധിക വായു പുറത്തു പോകാൻ സഹായിക്കും. മുലപ്പാൽ നൽകുക. ഇക്കിൾ മാറുന്നില്ലെങ്കിൽ അല്പം മുലപ്പാൽ കൂടി നൽകുന്നത് ഡയഫ്രം പേശികൾക്ക് ആശ്വാസം കൂടും. മുലയൂട്ടുന്ന രീതി ശ്രദ്ധിക്കുക. പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ തല അല്പം ഉയർന്നിരിക്കാൻ ശ്രദ്ധിക്കുക. കുപ്പിപ്പാൽ കൊടുക്കുന്നവരാണെങ്കിൽ പാൽ ഒഴുകുന്ന സുഷിരം കൃത്യമാണെന്നും അധിക വായു അകത്തു പോകില്ലെന്നും ഉറപ്പുവരുത്തണം. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പലപ്പോഴും മുതിർന്നവർ പറഞ്ഞു തരുന്ന ചില അശാസ്ത്രീയമായ രീതികൾ കുഞ്ഞുങ്ങളിൽ പരീക്ഷിക്കരുത്. കുഞ്ഞിനെ പേടിപ്പിക്കരുത്. നാവിലോ വായിലോ വെള്ളം നൽകരുത്. മൂക്ക് പിടിച്ചു വലിക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല. കൂടാതെ മുലപ്പാൽ അല്ലാതെ പഞ്ചസാര വെള്ളമോ മറ്റു പാനീയങ്ങളോ ഒക്കെ നൽകാൻ നിർദ്ദേശിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എപ്പോൾ ഡോക്ടറെ കാണണം എന്നാണ് അടുത്തതായിട്ട് സംസാരിക്കുന്നത്. സാധാരണ ഇക്കിൾ 10-15 മിനിറ്റിനുള്ളിൽ തനിയെ മാറും. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് നല്ലതാണ്. കുഞ്ഞ് നിർത്താതെ കരയുകയും ഒപ്പം ഇക്കിൾ വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏങ്ങൽ കാരണം കുഞ്ഞിന് ഉറക്കത്തിനോ ഭക്ഷണത്തിനോ തടസ്സം വരുന്നുണ്ടെങ്കിൽ, 1 വയസ്സിന് ശേഷവും അമിതമായ ഇക്കിൾ തുടരുകയാണെങ്കിൽ ഒരു ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് പോലുള്ള ചെറിയ പ്രശ്നങ്ങളുടെ ലക്ഷണമാകാം. ഈ അവസരങ്ങളിൽ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശം തീർച്ചയായും പാലിക്കണം. ചുരുക്കത്തിൽ ഏങ്ങൽ അഥവാ ഇക്കിൾ എന്നത് കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. ഇതുകൊണ്ട് പേടിക്കേണ്ട സാഹചര്യമില്ല. കൃത്യമായ രീതിയിൽ പാൽ നൽകാനും ഏമ്പക്കം വിടുവിക്കാനും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.